ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. ഇതൊരു പ്രോ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് കേട്ടോ. അധികം കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള പല ഓപ്ഷൻ സെല്ലേഴ്സും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് അവരുടെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. സാധാരണക്കാർക്ക് ഈ സ്ട്രാറ്റജി പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എനിവേ, ഞാൻ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ 50K പ്രോജക്റ്റിൻ്റെ അപ്ഡേഷൻ പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചത് കണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% പ്രോഫിറ്റ് ആകട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ നീട്ടിവെച്ചത്. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു അപ്ഡേഷൻ തന്നിട്ട് നമുക്ക് ഈ സ്ട്രാറ്റജിയിലേക്ക് തിരിച്ചു പോകാം. ഏഞ്ചൽ ബ്രോക്കിങ്ങിലാണ് ഞാൻ 50K പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പോർട്ട്ഫോളിയോ. ബിർള കോർപ്പറേഷൻ ഉണ്ട്. ഇത് എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ, 2 ആഴ്ചയോ 3 ആഴ്ചയോ ആയി എന്നാണ് വിചാരിക്കുന്നത്. നാഗ സ്പിന്നിങ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഈ അടുത്തടുത്താണ്. ഇന്നലെ ഇത് 1500 രൂപയോളം പ്രോഫിറ്റ് രാവിലെ കാണിച്ചതാണ്. ഞാൻ കണ്ടായിരുന്നു, കുറച്ചും കൂടെ കയറട്ടെ എന്ന് കരുതിയിരുന്നു. താഴെ പോയി. എനിവേ ഇപ്പോഴും നമ്മളത് പ്രോഫിറ്റിൽ തന്നെയാണ്. പക്ഷേ നമുക്കത് ബുക്ക് ചെയ്യാമായിരുന്നു. അതൊരു മണ്ടത്തരമാണ്. ബുക്ക് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. നിഫ്റ്റിയുടെ അവസ്ഥയൊക്കെ അറിയാലോ. ഒരു പക്ഷേ റീസെൻ്റ്ലി എടുത്തിട്ടുള്ള സ്റ്റോക്കുകൾ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു 3 മുതൽ 6 വരെ സ്റ്റോക്കുകൾ എടുക്കാറുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അത് നമുക്ക് 50K പ്രോജക്റ്റിൽ എടുക്കാൻ പറ്റില്ല. ഇതിൽ വല്ലപ്പോഴുമാണ് എടുക്കുന്നത്. കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ ലോസ് ബുക്ക് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല. അതെൻ്റെ ഒരു മെത്തേഡാണ്. അതുകൊണ്ട് എനിക്കിതുവരെ ദോഷമൊന്നും വന്നിട്ടില്ല സ്റ്റോപ്പ് ലോസ് ഇടാത്തതുകൊണ്ട്. കാരണം നിഫ്റ്റിയുടെ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. മാർക്കറ്റ് അൾട്ടിമേറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ്. കൊറോണയുടെ ഫാള് നമ്മൾ കണ്ടതാണ്, റിക്കവർ ചെയ്യുന്നത് കണ്ടതാണ്. ഇത്രയും വലിയ ഇടിവും ഇത്രയും വലിയ കയറ്റവും കണ്ടിട്ട് പിന്നെ നമ്മൾ പാനിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. എനിവേ, ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ മാനുവലിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് വളരെ അപൂർവമായിട്ടാണ് എക്സിറ്റ് ചെയ്യുള്ളൂ. ഒരു ലക്ഷ്യമില്ല എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ലോസ് മറ്റ് പല സ്റ്റോക്കുകളിലും അതിൽ കൂടുതൽ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലാണ്. നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. വലിയ പാനിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് നമ്മൾ ഓടിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഇപ്പോൾ തോന്നുന്നില്ല. എന്തായാലും ഇത് കൂടാതെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം ഉണ്ട്. മിക്കതും തന്നെ ലോസിലാണ്. പക്ഷേ ഈ ലാസ്റ്റ് ട്രേഡിൻ്റെ വെള്ളിയാഴ്ച രാവിലെ മിക്കതും തന്നെ മെജോറിറ്റി സ്റ്റോക്കുകൾ തന്നെ അതിൽ പ്രോഫിറ്റിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല, പക്ഷേ ബുക്ക് ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് താഴേക്ക് പോന്നു, നല്ല രീതിയിൽ താഴേക്ക് പോന്നു. അത് മറ്റൊരു അക്കൗണ്ടിലാണ് ആ സ്റ്റോക്കുകൾ എടുത്തേക്കുന്നത്. കാരണം ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലെടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കാം. 50% നമ്മൾ എത്തിയിട്ടില്ല, അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇനി ഈ സ്റ്റോക്കുകളൊക്കെ റിക്കവർ ചെയ്ത് വരണം. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കണ്ടല്ലോ അല്ലേ. ആ ലോസ് കഴിഞ്ഞിട്ട് ഉള്ളത് നമുക്ക് കൂട്ടിയാൽ മതി. അതായത് 47,100 ആണ് പോർട്ട്ഫോളിയോ വാല്യൂ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഫണ്ടും കൂടെ എത്രയാണ് എന്ന് നോക്കാം. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. 19,500 കൂട്ടാം, 495 അല്ലേ. 19,500 66,600 ഇപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ. അതായത് നമ്മുടെ ഫണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിലാണ് നിൽക്കുന്നത്. ഇത് 75,000 ആകുമ്പോഴാണ് നമ്മൾ 50% ഇവിടെ അച്ചീവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്ര കാണും? ഒരു 30% കാണും അല്ലേ, ആ റേഞ്ച് കാണും. ഓക്കെ, ഇത് 50% ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. പലരും ചോദിച്ചതുകൊണ്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിവിടെ ആകുക തന്നെ ചെയ്യും. 50 അല്ല, 100 അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 100 നമ്മുടെ ടാർഗറ്റ്. എത്ര നാൾ കൊണ്ട് 100% ആകും? അതായത് 50,000 രൂപ ഇട്ടിട്ട് അത് എത്ര നാൾ കൊണ്ട് 1,00,000 രൂപയാകും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ടാർഗറ്റ്. ബാക്കി സമയം മുന്നോട്ട് കിടക്കുവാണല്ലോ. എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. എനിക്കിതിൽ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. നമ്മൾ വിജയിക്കും എന്നുള്ളതിൽ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. അതിപ്പോൾ മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോയില്ല. നെഗറ്റീവിലേക്ക് പോയി നമ്മൾ ഹോൾഡ് ചെയ്യും. നമ്മുടെ ക്യാഷാണ്, നമ്മൾ മേടിച്ച സ്റ്റോക്കാണ്. ആരും അവിടെ വന്നിട്ട് വിൽക്കാനൊന്നുമില്ല. നമ്മളത് ഹോൾഡ് ചെയ്യും. മാർക്കറ്റ് റിക്കവർ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഈ റീസെൻ്റ്ലി വരെ ഇത്ര വലിയ കറക്ഷൻ കണ്ട് റിക്കവറി കണ്ടതാണല്ലോ. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇതിൽ കാണിക്കാം. ഇത് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണ് കേട്ടോ.
ഇതിൽ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാനായിട്ട് ഒരു 15,000 രൂപ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. 31/10/2020 അതായത് ഒക്ടോബർ മാസം ലാസ്റ്റ് ആണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത്. 15,000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിലൊന്നുമില്ല, ഇതിൽ നമുക്ക് ഒരു സംഭവം ചെയ്യാനില്ല. കാരണം ഒരു സ്റ്റോക്ക് വാങ്ങുക, അത് പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കുക എന്ന മെത്തേഡ് മാത്രമേ ഇവിടെ ഫോളോ ചെയ്യാനുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇടാറില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ ഒരു സ്റ്റോക്ക് പോലും നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 15,000 രൂപ ഇട്ടു. ഇത് 30,000 രൂപയാകുക എന്ന് പറയുന്നത് 100%. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കാം. ഇപ്പോൾ എത്ര മാസമായി? 4 മാസമായി. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇത് മാർച്ച് തുടങ്ങി റൺ ചെയ്യുകയാണ്. അപ്പോൾ 4 മാസമായി നമ്മൾ ഈ പൈസ ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങും, എന്നിട്ട് വല്ലപ്പോഴും നോക്കും പ്രോഫിറ്റിലായോ ഇല്ലയോ എന്നുള്ളത്. അത്രയുമാണ് ഇത്. അപ്പോൾ ഇത് 30,000 രൂപയായാൽ നമ്മൾ 100% ഗെയിൻ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇതും അച്ചീവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനോ ഇൻട്രാഡേ ചെയ്യാനോ ഒന്നും ക്യാഷില്ല. ഇൻട്രാഡേ അല്ല കേട്ടോ, നമ്മൾ മൊത്തം ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് ദോഷം വന്നിട്ടില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഈ പൈസ ഇതിപ്പം ഏഞ്ചലിലെ അക്കൗണ്ട് ആണെങ്കിലും അപ്സ്റ്റോക്സിലെ അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് ബാലൻസ് ഉള്ള ക്യാഷ് എന്ന് പറയുന്നത് ബ്രോക്കറേജും ടാക്സും ഒക്കെ കൊടുത്തിട്ടുള്ള ബാലൻസ് ആണ്. അപ്പോൾ നമ്മുടെ ലാഭത്തിൽ നിന്നാണ് ആ എക്സ്പെൻസും പോകുന്നത്. അതുപോലെ തന്നെ AMC ചാർജും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും പോകും അതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടുള്ള പൈസ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ട്രേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് പൊസിഷൻ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ദാർ ഷുഗർ എന്ന് പറയുന്ന ഒരു പെന്നി സ്റ്റോക്കാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. 7.55 UC പ്രൈസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അടുത്ത ദിവസം അത് UC അടിക്കണം. UC അടിച്ചാൽ രക്ഷപ്പെട്ടു, 10% നമുക്ക് കിട്ടും. 2 ദിവസം UC അടിച്ചാൽ നമ്മൾ 100%ത്തിലേക്ക് എത്തി. അതൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഒരു മൊമെൻറ്റം കണ്ടിട്ടും പൊട്ടൻഷ്യൽ കണ്ടിട്ടും തന്നെയാണ് ഇത് മേടിച്ചത് ഈ സ്റ്റോക്ക്. പിന്നെ ഷുഗർ സെക്ടറിന് ഒരു പോസിറ്റീവ്നെസ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഫെർട്ടിലൈസർ സെക്ടറിന് പോസിറ്റീവ്നെസ് ഉള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. യൂട്യൂബ് വീഡിയോ കൂടി ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മൊമെൻറ്റമുള്ള സ്റ്റോക്കുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ആഴ്ച ആ വീഡിയോ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആണല്ലോ. അപ്പം മാർക്കറ്റ് ഡൗൺ ആയാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് അനങ്ങാതിരിക്കും. ഞാനിടയ്ക്ക് എടുക്കാറുണ്ട്, എന്നാലും വയസ്സായിട്ടുള്ള പരിപാടി അനങ്ങാതിരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് അപ്പാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് തിരിച്ചു കയറും. ആ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുക, നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുക. വീണ്ടും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുക. ഈ ഒരു മെത്തേഡ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം 3-4 സ്റ്റോക്ക് പർച്ചേസ് ചെയ്തായിരുന്നു, മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 25,624 രൂപയ്ക്കാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയേക്കുന്നത്. അക്കൗണ്ടിൽ ഇനി ബാലൻസ് ഉള്ള ഫണ്ട് 20 രൂപയോ 29 രൂപയോ കണ്ട് നെഗറ്റീവാണ് കേട്ടോ. അതിത് വാങ്ങിയപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അറിഞ്ഞുകൊണ്ട് വാങ്ങിയതല്ല, അല്ലെങ്കിൽ ഒരു 2-3 ക്വാണ്ടിറ്റി കുറയ്ക്കാമായിരുന്നു. അപ്പോൾ അത് നോക്കണ്ട, 10-20 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് വാല്യൂ. 15,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് നമ്മളൊരു 80% എന്ന് പറയാമല്ലേ, ഏകദേശം ഒരു 80%-ഓളം പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് 4 മാസം കൊണ്ട്. ഇത് എന്ന് 100 ആകും എന്നുള്ളതും നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചെറിയ എമൗണ്ട് ആണ്, പക്ഷേ ചെറിയ എമൗണ്ട് വലുതാക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം അവിടെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനൊന്നും മാർഗ്ഗമില്ല. നമ്മളൊരു സ്റ്റോക്കിൽ പെട്ടു, വേറെ ഒന്നുമില്ല. മറ്റൊരു സ്റ്റോക്കിൽ കൂടെ റിക്കവർ ചെയ്യാൻ ഫണ്ടില്ല. അപ്പം ലിമിറ്റഡ് ക്യാഷ് ഇട്ട് ചെയ്യുന്നത് തന്നെയാണ് വളരെ കൂടിയ റിസ്ക്. അതേസമയം കൂടുതൽ ക്യാഷ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റോക്കിൽ ലോസ് ആണെങ്കിലും നമുക്ക് മറ്റ് സ്റ്റോക്കുകൾ എടുത്ത് എല്ലാം ഒരേപോലെ ലോസിൽ പോകുമല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ക്രാഷ് വരണം, അല്ലെങ്കിൽ അങ്ങനെ പോവില്ല. അപ്പം മറ്റ് സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ലോസിൽ വന്നു, 10% ലോസിൽ വന്നു, മറ്റ് 3-4 സ്റ്റോക്കുകളിൽ കൂടെ നമുക്ക് ഈ 10% 20% അച്ചീവ് ചെയ്യാൻ പറ്റിയ അതൊരു ലോസ് അല്ല. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് 50K പ്രോജക്റ്റിലും പറ്റുന്നില്ല. അതിലിപ്പോൾ 3 സ്റ്റോക്കോളം വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു സ്റ്റോക്കും കൂടെ വാങ്ങാനുള്ള ഫണ്ട് അതിലുണ്ട്, 19,000 രൂപ അതിലുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ 4 സ്റ്റോക്കോളം നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മൾ 3 സ്റ്റോക്കിൽ തുടങ്ങിയതാണ്. 4 സ്റ്റോക്കിലേക്ക് വാങ്ങാനായിട്ടുള്ള അത്യാവശ്യം 20,000 രൂപ വെച്ച് വാങ്ങാനായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മളെത്തി. ചിലതൊക്കെ 10,000 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും കേട്ടോ. ഫണ്ട് കയറി വരട്ടെ, അത് തന്നെ വരട്ടെ. അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട പൈസ നമ്മൾ തിരിച്ചെടുക്കും, പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതൊക്കെയാണ് എൻ്റെ ഒരു ട്രേഡിംഗ് മെത്തേഡ്. അതൊക്കെ വിശദീകരിച്ച് പറയാം കേട്ടോ. ഇനി നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കാൻ ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട എന്നുള്ളത് മാർക്കറ്റിൽ വന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടികൾ കൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ക്യാഷ് ഉണ്ടാക്കുന്നത്. സ്റ്റോക്ക് സെലക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സൈക്കോളജി, ട്രേഡിംഗ് സൈക്കോളജി എന്നൊക്കെ പറയും. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഓപ്ഷൻ സെല്ലിങ് പ്ലസ് ഓപ്ഷൻ ബൈയിങ്, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ നിഫ്റ്റിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ഉദാഹരണം കാണിക്കാം.
ഓപ്ഷൻസ് സെലക്ട് ചെയ്തു. ഇനി സ്ട്രൈക്ക് പ്രൈസാണ്. കുറച്ച് ലോങ്ങിലുള്ള ഓപ്ഷൻ പ്രീമിയം സെലക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ ഓപ്ഷൻ ബൈയും വരുന്നുണ്ട്, ഓപ്ഷൻ സെല്ലും വരുന്നുണ്ട്. താരതമ്യേന വളരെ വലിയ ക്യാപിറ്റലൊന്നും ഇതിന് ആവശ്യമില്ല. അത്യാവശ്യം വേണം, എന്നാലും ഒരുപാട് ക്യാപിറ്റലൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കി. ഇത് മാർച്ച് മാസമാണ്. മാർച്ചിലെ വാങ്ങാം, ഏപ്രിലെ വാങ്ങാം, മെയ്യിലെ വാങ്ങാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് മെയ് മാസമാണ്. മെയ്യിലെ ലാസ്റ്റ് എക്സ്പയറിയാണ്. ഇത് നമ്മുടെ ഉചിതമനുസരിച്ച് സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിന് താഴെയുള്ള ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഏപ്രിൽ മാസം സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ മാർച്ചിലെ സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മെയിലെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ഈസ് നോട്ട് ലിക്വിഡ്. ലിക്വിഡായിട്ടുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് 500ൻ്റെ മൾട്ടിപ്പിൾസാണ്. 15, 500, 16,000 ഇങ്ങനെയുള്ള സ്ട്രൈക്ക് പ്രൈസാണ്. ഈ 500ൻ്റെ മൾട്ടിപ്പിൾസിൽ മിക്കവാറും ലിക്വിഡിറ്റി കാണും. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അവിടെ ട്രേഡ് നടക്കുന്നുണ്ടോ, എത്ര ബയ്യേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. താരതമ്യം ബയ്യേഴ്സും സെല്ലേഴ്സും കുറവായിരിക്കും, പക്ഷേ ട്രേഡ് നടക്കുന്നുണ്ടാവും. പിന്നെ ഏതൊരു ട്രേഡിങ്ങിനും റിസ്ക് ഉണ്ടല്ലോ, ആ ഒരു റിസ്ക് ഇവിടെ ഉണ്ട്. താരതമ്യം റിസ്ക് കുറവാണ് കേട്ടോ. അത് നമുക്ക് മനസ്സിലാകുന്ന ഇവിടെയാണ്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 83% മുകളിലാണ്. ഇതാണ് ഇവിടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. കാരണം ഇത്രയും കൊണ്ട് നമ്മൾ വിജയിക്കാനുള്ള സാധ്യത ഇത്രയുമാണ്. ഇനി സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ തരാം. നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, അതുപോലെ തന്നെ 2 കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു. അത്രയും മനസ്സിലായല്ലോ. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, 2 കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഔട്ട് ഓഫ് ദ മണിയാണ്. രണ്ടാമത്തെ സിനാരിയോ ഇത് രണ്ടും ഔട്ട് ഓഫ് ദ മണിയാണ്. മൂന്നാമത്തേത് ഇത് രണ്ടും ലോങ് ഔട്ട് ഓഫ് ദ മണിയാണ്. ഏകദേശം ലോങ് കേട്ടോ, അതായത് തൊട്ടടുത്തുള്ളതല്ല എന്നർത്ഥം. അപ്പം ലോങ് ഔട്ട് ഓഫ് ദ മണിയാണ്. ഇപ്പം നിഫ്റ്റി എത്രയിലാണ് നിൽക്കുന്നത്? 15,000-ന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രൈക്ക് പ്രൈസ് ഒരു ലോങ്ങിലേക്ക് പിടിക്കാം. 15,500 എന്നുള്ളതാണ് ഉദാഹരണം കാണിക്കാനായിട്ട് ഞാനെടുത്ത്. 15,500 സി 15,500ൻ്റെ കോൾ ഓപ്ഷൻ നമ്മളിവിടെ ബൈ ചെയ്യുന്നു. ഒരു ലോട്ട് കേട്ടോ, ഒറ്റ ലോട്ടാണ് നമ്മളിവിടെ ബൈ ചെയ്യുന്നത്. അപ്പം ഞാനത് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. ഓപ്സ്ട്ര ഓപ്ഷൻ അനാലിസിസ് എന്ന വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഹോം പേജിൽ നമ്മൾ കയറി ഓപ്സ്ട്ര ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിഫ്റ്റിയാണ് ഇവിടെ ഇരിക്കുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയിലും വേണമെങ്കിൽ സ്റ്റോക്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സ്റ്റോക്കിലേക്കോ ഇൻഡെക്സിലേക്കോ മാറ്റാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് നിഫ്റ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഫ്യൂച്ചർ മാറ്റിയിട്ട് ഓപ്ഷനായി. എക്സ്പയറി ഡേറ്റ് നമ്മളിവിടെ മാറ്റണം. മെയ് 27 നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് നമ്മുടെ ബ്രോക്കിംഗ് ഫേമിൽ പോയിട്ട് മാനുവലി ഈ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളും ഒക്കെ നോക്കണം കേട്ടോ. ഇതിൽ കാണുന്നത് കണ്ണടച്ചെടുക്കരുത്. ട്രേഡിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ട്രേഡിങ് കുറവാണെങ്കിലും, നമ്പർ കുറവാണെങ്കിലും നടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് ദ മണിയാണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. 15,000-ന് താഴെയാണ് നിഫ്റ്റി. അപ്പോൾ നമുക്ക് 15,000 വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ചും കൂടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 500 പോയിൻ്റ് കൂടെ മുകളിലുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്തു. 15,500, 15,700, 800-ലൊക്കെ വലിയ റെസിസ്റ്റൻ്റ് ഉള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ 15ൻ്റെ മുകളിലേക്ക് 15,500 അല്ലെങ്കിൽ 600-ലേക്കൊക്കെ പോയാലൊന്നും നമുക്ക് വിഷയമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. സി ഇവിടെ കോൾ ഓപ്ഷൻ തന്നെയാണ്, മാറ്റേണ്ട കാര്യമില്ല. ബൈ ആണ്. ഒരു ലോട്ട്, ഇത് ഒരു ലോട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. ആഡ് പൊസിഷൻ കൊടുത്തു. അത് താഴേക്ക് വന്നു. കണ്ടോ, പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ്. 26% ഉള്ളൂ. മാക്സിമം ലോസ് നമുക്ക് 32,000 സംതിങ് വരാൻ സാധ്യതയുണ്ട്. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും കിട്ടും കേട്ടോ. പക്ഷേ സാധ്യത കുറവാണ്. 26%, 27% ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഹെഡ്ജ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓപ്ഷൻ തന്നെയാണ്. എക്സ്പയറി ഡേറ്റ് മാറുന്നില്ല. ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ വീണ്ടും ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോയി. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഓൾറെഡി ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോയി. 15,600 സെലക്ട് ചെയ്യുക, 800 സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 16,000 500 പോയിൻ്റ് വ്യത്യാസപ്പെടുത്തി നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോയി. ഇവിടെ നമ്മൾ സെല്ലാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 2 ലോട്ടാണ് കൊടുക്കുന്നത്. സംഭവം മനസ്സിലായല്ലോ. മറ്റേത് ബൈ ചെയ്ത് 1 ലോട്ടാണ്, പക്ഷേ ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നത് 2 ലോട്ടാണ്. ഇനി ആഡ് പൊസിഷൻ കൊടുത്തു. ഇനി ഒന്ന് പോയി നോക്കാം.
പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് 40,000 സംതിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ലോസ് അൺഡിഫൈൻഡ് ആണ്. അത് ഞാൻ വിശദീകരിക്കാം കേട്ടോ. അത് പോകുന്ന വഴിക്ക് നമുക്ക് വിശദീകരിക്കാം എവിടെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. ഇനി നമുക്ക് വേണ്ട മാർജിൻ എന്ന് പറയുന്നത് 1,34,000 ഇവിടെ കാണിക്കുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യണം. മാർജിൻ കാൽക്കുലേറ്ററിലൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ബ്രോക്കർ എത്രയാണ് ആവശ്യപ്പെടുന്നതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാകാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി എത്ര ഇടിഞ്ഞാലും നമ്മൾ ലോസിൽ വരില്ല എന്നുള്ളതാണ്. എത്ര അധികം നിഫ്റ്റി ഇടിഞ്ഞോട്ടെ, നോ ഇഷ്യൂ, നമ്മളപ്പോൾ പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ ഈ പറയുന്ന 40,000 ഒന്നും ഉണ്ടാകില്ല, നമുക്ക് ചെറിയ പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര പ്രോഫിറ്റിലായിരിക്കും നിഫ്റ്റി ഇടിഞ്ഞു കഴിഞ്ഞാൽ? അത് നമുക്ക് ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഇതനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രീമിയം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈ ചെയ്തിരിക്കുന്ന പ്രീമിയം കുറവും സെല്ല് ചെയ്തിരിക്കുന്ന പ്രീമിയം കൂടുതലുമായിരിക്കണം. ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് 435 അല്ലേ, പ്രീമിയം 435. ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് 239.7. പക്ഷേ ഇവിടെ 2 ലോട്ടാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇൻറ്റു 2, അതാണ് നമ്മുടെ ടോട്ടൽ പ്രീമിയം നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് വരിക. നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 239.7 240 കൂട്ടാം. 240 ഇൻറ്റു 2 480 പോയിൻറ്റ്. നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത് 435 പോയിൻറ്റ്. അപ്പം മൈനസ് 435 സമം 45 പോയിൻറ്റ് ഇൻറ്റു 75. ലോട്ട് സൈസാണ് 75. അപ്പോൾ ഇത് നിഫ്റ്റി എങ്ങനെ താഴേക്ക് പോയാലും 3375 നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. കാരണം ഇത് 0 ആകും, ഔട്ട് ഓഫ് ദ മണിയാണ്. ഇത് 0 ആകും, ഇതും 0 ആകും. ഈ രണ്ടും 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 3375 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. സെല്ല് ചെയ്ത ടോട്ടൽ പ്രീമിയം കൂടുതലും ബൈ ചെയ്ത ഒരു പ്രീമിയം ഉള്ളൂ, ആ പ്രീമിയം ഇതിനേക്കാൾ കുറവുമായിരിക്കണം. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ നിഫ്റ്റി എത്ര താഴേക്ക് പോയാലും നമുക്ക് ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇനി നിഫ്റ്റി മുകളിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ റെസിസ്റ്റൻ്റ് ലെവൽ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അല്ലേ. 16,000 താഴെ വലിയ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ടച്ച് ചെയ്തിട്ട് ഇവനിങ്ങനെ കറങ്ങി കളിക്കാൻ സാധ്യതയുണ്ട്. 3 മാസത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് ഇറങ്ങിപ്പോവാം. ഈ 40,000 എന്നുള്ളത് 20,000 കിട്ടിയാലും നമുക്ക് ഇറങ്ങിപ്പോവാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിവിടെ മുടക്കി വയ്ക്കുന്ന 1.35 1,35,000 മുടക്കി നമുക്കൊരു 20,000 രൂപ കിട്ടുക എന്നുള്ളത് ചെറിയ സമയം കൊണ്ട്, അതായത് 1 മാസമോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. മാക്സിമം പ്രോഫിറ്റ് 40,000. ഇനി മുകളിലേക്ക് പോയാൽ നമുക്ക് നല്ല ലോസ് വരാൻ സാധ്യതയുണ്ട്. ആ ലോസ് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു വിഷയമില്ലാത്ത കേസാണ്. താഴേക്ക് പോയാൽ നമ്മൾ പ്രോഫിറ്റിലാണ് എന്ന് പറഞ്ഞു. മുകളിലേക്ക് പോകുന്നത് നിഫ്റ്റി അങ്ങ് പറന്നങ്ങ് പോകുമൊന്നുമില്ല. ഗ്യാപ്പായിരിക്കും, പ്രോഫിറ്റ് ബുക്കിങ്ങിന് താഴേക്ക് വരുന്നു, വീണ്ടും കയറുന്നു, അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്, സ്ഥലമുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് നോക്കുക, അതായത് 15,000 മുകളിൽ ഇപ്പോൾ നിൽക്കുന്നത് 14,946 നിഫ്റ്റി. 15,000 മുകളിൽ പോയി, 16,000 പോയി, 16,100 പോയി, 200 പോയി, 255 പോയി, 255 എത്തുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവുക. ഇത് എക്സ്പയറി ഡേക്ക് അവിടെ എത്തുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും, പക്ഷേ പ്രോഫിറ്റ് കുറച്ച് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിഫ്റ്റി എന്തായാലും താഴെയാണ്, ഇത് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ ഭാഗ്യത്തിന് എക്സ്പയറി ടൈമിന് അടുത്താണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് എങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഏരിയ നമുക്ക് മനസ്സിലായി. അത് ഏകദേശം 16,000 മുകളിലാണ്. ഇപ്പോൾ നിൽക്കുന്നത് 15,000 താഴെയാണ്. ഇനി 1000 പോയിന്റ് കയറണം. നമ്മുടെ കൺമുന്നിൽ കൂടെ അല്ല കയറുന്നത്, അല്ല 1000 പോയിന്റ് ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പൊന്നും ആയിട്ട് നിഫ്റ്റി കയറില്ലല്ലോ. പക്ഷേ 1000 പോയിന്റ് ഒറ്റയടിക്ക് ഗ്യാപ്പ് ഡൗൺ ആക്കാം, അതിന് നമുക്ക് പ്രശ്നമില്ല. എത്ര താഴെ പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് പ്രോഫിറ്റ് കുറയും, നമ്മൾ കഴിച്ചിലായി പോരും. നമുക്ക് ഒരു 3,300 രൂപ കിട്ടുക മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. എന്നാലും നമുക്ക് ലോസ് ഇല്ലല്ലോ. ഇനി ലോസ് വരുന്ന എവിടെ? അതാണ് ഇവിടെ നമ്മുടെ ബ്രേക്ക് ഈവൻ പ്രൈസ്. 16,544 മുകളിലേക്ക് നിഫ്റ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആകും. അപ്പോൾ ഇനിയും 1,500 പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ നമ്മൾ ലോസ് ആവുകയുള്ളൂ. അപ്പം താരതമ്യം ഒരു സേഫായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് എനിക്ക് തോന്നി. അതിന് കാരണം നിഫ്റ്റി ഇത്രയും താഴെ ആയതുകൊണ്ടാണ്. ഇനി നമ്മളിതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. കാരണം ഈ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്, നമുക്ക് സൗകര്യമുണ്ട്, നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എങ്കിൽ
16,544, അതായത് ഒരു 16,400 500 ഒക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൾ ഓപ്ഷൻ മേടിച്ചാൽ പോരെ. ഒരു കോൾ ഓപ്ഷൻ മേടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നമ്മളവിടെ സേഫായി. ഇനി അത് ഏത് എക്സ്പയറിയിലെ കോൾ ഓപ്ഷൻ മേടിക്കണം? അതൊന്നെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത 27 മെയ്യിലെ മേടിക്കാം, അല്ല എങ്കിൽ ഇതിന് താഴെയുള്ള ഏത് സമയത്താണോ ഇതിവിടെ വരുന്നത് നെക്സ്റ്റ് വീക്കിലി എക്സ്പയറി ഏതോ അത് മേടിക്കാം. അതായത് മെയ് 27 മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇതൊക്കെ താഴേക്ക് പോയിട്ട് പിന്നെ നമുക്ക് ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ലോസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 രൂപ 2 രൂപയൊക്കെ പ്രീമിയം ഉള്ള, അല്ലെങ്കിൽ ഒരു 5 രൂപ 10 രൂപ കൂട്ടിക്കൂ, ആ പ്രീമിയമുള്ള അത്രയേ വരുള്ളൂ വീക്കിലി എക്സ്പയറിയിലുള്ള 16,500 ഒരു കോൾ ഓപ്ഷൻ മേടിച്ചാൽ മതി. ഇപ്പോൾ 16,500 കോൾ ഓപ്ഷൻ എന്താണ് വില? വീക്കിലി എക്സ്പയറി നോക്കിക്കേ, വളരെ കുറവാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ ചീപ്പാണ് വീക്കിലി എക്സ്പയറി. അപ്പോൾ നമുക്ക് നിഫ്റ്റി എടുത്തു, ഇവിടെ വെറുതെ ഒന്ന് ഓപ്ഷൻ ആഡ് ചെയ്തു, ഇത് വീക്കിലി എക്സ്പയറിലേക്ക് മാറാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ച് 6-ാം തീയതിയാണ്. അപ്പോൾ അടുത്ത എക്സ്പയറി മാർച്ച് 10 അല്ലേ? വീക്കിലി എക്സ്പയറി കോൾ ഓപ്ഷനാണ്. ഒരു ലോട്ട് മതി, ഒരു ലോട്ട് നമ്മൾ ബൈ ചെയ്ത്. എന്താണ് പ്രൈസ് എന്ന് നോക്കി, 3 രൂപ 2 പൈസ, ഇതാണ് പ്രൈസ്. അപ്പോൾ നമ്മളിവിടെ ഇൻഷുറൻസിന് എടുക്കുന്ന സംഭവത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 രൂപയാണ്. 3 × 3 രൂപ 2 പൈസ × 75, 3 കൂട്ടിക്കും. 3 × 75 എന്ന് പറയുമ്പോഴത്തേനും 225 രൂപ. അപ്പോൾ 225 രൂപ മുടക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഹെഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം ഇതിപ്പോൾ ചെയ്യാനല്ല, ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത്രയും മുകളിലാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ, 1500ഓളം പോയിൻറ്റ് മുകളിലാണ്. അതൊന്നും ഒറ്റയടിക്ക് കയറി പോവുകയില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കുറേ കഴിഞ്ഞ് നിഫ്റ്റി മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്, നമുക്കൊരു ഭയം വന്നു എന്ന് കൂട്ടിക്കും. 16,500 അല്ല, 16,000 ഞാനിവിടെ സെലക്ട് ചെയ്തത്. ഇതല്ല വേണ്ടത്, 16,500 ഞാനിവിടെ സ്ട്രൈക്ക് പ്രൈസ് മാറ്റാൻ മറന്നുപോയി. 3 രൂപ പോലും വരില്ല എന്നുള്ളതാണ്, 1 രൂപയ്ക്കേ വരുള്ളൂ നമുക്കതൊന്ന് ഹെഡ്ജ് ചെയ്യാനായിട്ട്. കാരണം 16,500 മുകളിലാണല്ലോ നമ്മുടെ ബ്രേക്ക് ഈവൻ. അപ്പോൾ 16,500 സെലക്ട് ചെയ്താൽ മതി. മോഡിഫൈ ഓക്കെ, 2 രൂപ 4 പൈസ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 16,000 സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, 1 രൂപയും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രോഫിറ്റിലാണ് കയറി പോകുമ്പോൾ, ഭയങ്കര പ്രോഫിറ്റാവും അത് ഇന്ത മണി വന്നിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇതാണ് ഇതിൻ്റെ പ്രീമിയം. ഇനി കുറേ മുകളിലേക്ക് പോകും തോറും ഏകദേശം ഈ റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും പ്രീമിയം. ഇനിയിപ്പോൾ അത് മാക്സിമം ഒരു 10 രൂപയൊക്കെ കൂട്ടിക്കും, 10 രൂപയ്ക്ക് ആയിരിക്കും നമ്മുടെ പ്രീമിയം എന്ന് കൂട്ടിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഈ ലെവലെല്ലാം കഴിഞ്ഞല്ലേ നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അന്നേരം ഇനിയിപ്പോൾ 10,000 പ്രോഫിറ്റ് ഉള്ളൂ എങ്കിൽ 10,000 ബുക്ക് ചെയ്യാം. ടൈം മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് ടൈം ഡീക്കേ വരും. നമുക്കറിയാം ടൈം ഡീക്കേ വരുന്നത് നമ്മൾ ഈ സെല്ല് ചെയ്തതിന് ഗുണമാണ്, പക്ഷേ ബൈ ചെയ്തതിന് ഗുണമല്ല. ഇതിന് ദോഷമാണ് ടൈം ഡീക്കേ വരുന്നത്. അപ്പോൾ ഇവിടെ സെല്ല് നമ്മൾ 2 ക്വാണ്ടിറ്റി ചെയ്തിട്ടുള്ളതുകൊണ്ട്, 2 ലോട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൈം ഡീക്കേയും ഇവിടെ ഗുണമായിട്ടാണ് വരിക. അപ്പോൾ സ്ട്രാറ്റജി വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ബോർഡിലൊന്നും എഴുതി വെക്കാത്തത് ഇതിനു മുമ്പ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ആ വീഡിയോ എല്ലാം കണ്ടവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സ്ക്രീൻ റെക്കോർഡൊക്കെ പോരെ, ഇതൊക്കെ മതിയല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പം വ്യക്തമായിട്ട് മനസ്സിലാകാത്തവർ പഴയ വീഡിയോകൾ കണ്ടാൽ മതി. ഇത് തന്നെ ഞാൻ അത്യാവശ്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. പഴയ വീഡിയോകളും കൂടെ കണ്ടു നോക്കുക. ഒരുപാട് ഓപ്ഷൻ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സ്ട്രാറ്റജികൾക്കും, ഞാൻ കണ്ട എല്ലാ സ്ട്രാറ്റജികൾക്കും റിസ്ക്കും ഉണ്ട്. ആ സീറോ റിസ്ക് ഉള്ള സ്ട്രാറ്റജിക്ക് വളരെ കുറച്ച് റിവാർഡാണ്. നമുക്ക് അത്യാവശ്യം റിവാർഡൊക്കെ വേണം, കാരണം നമ്മൾ ക്യാഷ് മുടക്കി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റിവാർഡൊക്കെ വേണം. ഇത് വളരെ തരക്കേടില്ലാത്തൊരു റിവാർഡാണ് ഇവിടെ ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് വളരെ നല്ല പേഴ്സൻറ്റേജ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. താരതമ്യം കുറച്ച് മാർജിൻ മതി ഇത് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ലോസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ലോസിലേക്ക് പോകുന്നത്. നമ്മൾ പ്രോഫിറ്റ് കണ്ട് ബുക്ക് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആണ് നമ്മൾ ലോസിലേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെ പോയാൽ പോലും നമുക്ക് ചെറിയ പ്രീമിയമുള്ള കോൾ ഓപ്ഷൻ, വീക്കിലി കോൾ ഓപ്ഷൻ മേടിച്ചിട്ട് നമുക്കത് ഹെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ഇവിടെ റിസ്ക്? നിഫ്റ്റി എത്ര താഴേക്ക് പോയാലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ക്യാഷ് അവിടെ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, അതിനുള്ള ഒരു ബാങ്ക് പലിശ കിട്ടും, മതി. നിഫ്റ്റി പറന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അറിയാലോ, നിഫ്റ്റിയുടെ ചാർട്ടുകൾ വർഷങ്ങളോളം നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. അങ്ങനെ പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെ പോയാൽ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ ഇഷ്ടമായൊരു സമയം കിട്ടും. ഇനി ഈ വീക്കിലി ഓപ്ഷൻ നമ്മൾ മേടിച്ചിട്ട് ഹെഡ്ജ് ചെയ്യുമ്പോൾ അത് എക്സ്പയറി ആയാൽ എന്ത് ചെയ്യും? അത് എക്സ്പയറി ആയാൽ ഏത് പ്രൈസിനാണോ അത് എക്സ്പയറി ഡേറ്റിൽ ആ പ്രൈസ് ഉള്ളത്, ആ പ്രൈസിന് അത് സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അടുത്ത വീക്കിൽ മേടിക്കുക. താരതമ്യം അതിനും ഈ പറയുന്ന ചെറിയ പ്രീമിയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലും ഒരു തീരുമാനമായി. അപ്പോൾ ഈ ഒരു കാര്യം
ഇങ്ങനെ പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ പേപ്പർ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ആയിട്ട് മാത്രം ചെയ്താൽ മതി. കാരണം ലിക്വിഡിറ്റി ഉള്ള സ്ട്രൈക്ക് പ്രൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അത് ഞാൻ അതിൻ്റെ ഒരു സൂത്രം പറഞ്ഞു. 500 പോയിൻ്റ് റൗണ്ട് ഫിഗറിലുള്ള സംഭവങ്ങൾ 15, 500, 16,000 ഇങ്ങനെ 500ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള ഫിഗറുകളിൽ ട്രേഡിങ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ചിലപ്പോൾ 100ൻ്റെ 50ൻ്റെ ഒന്നും അങ്ങനെ ഉണ്ടാകില്ല, ട്രേഡിങ് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഈ 500ൻ്റെ മൾട്ടിപ്പിൾസ് അടുത്തടുത്ത മാസങ്ങളാണെങ്കിൽ, ഇപ്പോൾ മാർച്ച് മാസത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും, ഏപ്രിലും ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ 100ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള പ്രീമിയം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം നമ്മൾ ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്താൽ മതി. വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ട്രാറ്റജിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.